ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപിയോയ്ക്ക് വേണ്ടിയിട്ട് ലവ് ആൻഡ് കരിയർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. നിങ്ങളുടെ ലാസ്റ്റ് വീഡിയോ ഏറ്റവും പോപ്പുലർ വീഡിയോ ആയിരുന്നു. ഏറ്റവും കൂടുതൽ ലൈക്സ് ആൻഡ് കോമെൻറ്റ്സ് ഈ സ്കോർപിയോ വീഡിയോന്നായിരുന്നു കിട്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം നിങ്ങളുടെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് വേഗം റിലീസ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ വീഡിയോസ് ഇങ്ങനെ തന്നെ പോപ്പുലർ ആയിക്കൊണ്ടിരുന്ന ഞാൻ എപ്പോഴും നിങ്ങളുടെ സോഡിയാക് സൈൻ്റെ വീഡിയോസ് ആയിരിക്കും മുമ്പേ റിലീസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നമ്മൾ നിങ്ങളുടെ ലവ് ലൈഫ് ആൻഡ് കരിയറിൽ ഇപ്പോൾ എന്താ വരാൻ പോകണമെന്നാണ് നോക്കാൻ പോണത്. ഇത് ഒരു ഷോർട്ട് ക്വിക്ക് റീഡിംഗ് ആയിരിക്കും. ആൻഡ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലവില് എന്താണ് വരാൻ പോണത്, ലവ് ആൻഡ് റിലേഷൻഷിപ്സ്. ഫസ്റ്റ് കാർഡ് ഇവിടെ 7 of Swords ആണ്. ഒരു സെക്കൻഡ് കാർഡ് ഇവിടെ വേൾഡ് ആണ്. ആൻഡ് തേർഡ് കാർഡ് ഇവിടെ പേജ് ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ ഓവറോൾ ഔട്ട്കം എന്താണ് ലവില് വേണ്ടിയിട്ട്? സൺ ആണ് ഓവറോൾ ഔട്ട്കം. അപ്പം നിങ്ങളുടെ കരിയറിൽ ആണ് വരാൻ പോണത് സ്കോർപിയോ. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ട വെച്ചത് നോക്കാം. പക്ഷേ ഈ മെസ്സേജസ് എപ്പോഴാണ് റെസൊനേറ്റ് ആവണം വെച്ചാൽ അപ്പോഴേക്ക് വേണ്ടിയിട്ടാണ് ഈ റീഡിംഗ്. 3 of Pentacles ആണ് നിങ്ങളുടെ നെക്സ്റ്റ് കാർഡ്. 7 of Pentacles ആണ് ഇവിടെ ലാസ്റ്റ് കാർഡ്. നിങ്ങളുടെ ഓവറോൾ ഔട്ട്കം ആൻഡ് എനർജി എന്താണ്? 3 of Swords. അപ്പോൾ സ്കോർപിയോ ഞാൻ ഇവിടെ കാണുന്നത് നിങ്ങളുടെ ലവ് ലൈഫിൽ കുറെ ക്ലാരിറ്റി വരാൻ പോകുന്നുണ്ട്. ഈ സമയത്ത് മേ ബി നിങ്ങൾ അത്ര എന്തോ നിങ്ങൾക്കൊരു ഷുവർ അല്ലാത്ത മാതിരി നിങ്ങൾക്ക് അറിയാം, ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്, എന്തോ ശരിയല്ല എന്ന ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ അതിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു പ്രൂഫ് ഇല്ല. നിങ്ങളുടെ ലവ് ലൈഫിൽ ക്ലാരിറ്റി വരാൻ പോകുന്നുണ്ട്. ആൻഡ് ഈ ക്ലാരിറ്റി നിങ്ങളെ ഒരു മാതിരി ഒരു റിലീസ് ആണ് ചെയ്യാൻ പോണത്. എന്ന് വെച്ചാൽ ഈ അറിയാത്ത സിറ്റുവേഷനിലെ കാട്ടിലും നല്ലത് അറിഞ്ഞിട്ട് പിന്നെ ഒരു സിറ്റുവേഷനെ റിലീസ് ചെയ്യാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ബെറ്റർ. അപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങളുടെ ലവ് ലൈഫ് ആക്ച്വലി കുറെ ഒരു പുതിയ ലെവലിലേക്കാണ് പോകാൻ പോണത്. എന്താ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ എക്സ്പോസ് ആവാൻ പോകുന്നുണ്ട്. അതിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവര് ബ്രേക്കപ്പ് ചെയ്യും. പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അറിയും നിങ്ങൾക്ക് എങ്ങനെയാ മുമ്പോട്ട് പോകണ്ടേന്ന്. ഒരു ഫോൾസ് റിലേഷൻഷിപ്പിൽ ഇരിക്കണേക്കാട്ടിലും ബെറ്റർ ഒരു പിന്നെ എന്താ നടക്കണമെന്ന് അറിഞ്ഞിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാനാണ് ബെറ്റർ. അപ്പോൾ ഇവിടെ ഞാൻ അതാണ് കാണുന്നത്. സൺ ലിയോ എനർജിയാണ്. മേ ബി നിങ്ങളൊരു ലിയോയുടെ കൂടെ ആയിരിക്കും ഡെയിലി ഉണ്ടാവുക. 7 of Swords ആണ് നിങ്ങളുടെ ഫസ്റ്റ് കാർഡ്. അപ്പോൾ ലവില് ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഫുൾ ക്ലാരിറ്റി ഇല്ല, എന്തോ നടക്കണ്ട നിങ്ങൾ അറിയാണ്ട്. ആൻഡ് ഈ കാര്യം എക്സ്പോസ് ആവാൻ പോകുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പാർട്ട്ണർ എന്തോ ഒളിപ്പിക്കുന്നുണ്ടാവും. ആൻഡ് ഒളിപ്പിക്കുക പറഞ്ഞാൽ ഞാൻ അഫെയർ ഉണ്ടെന്നല്ല പറയണേ. മേ ബി അവരുടെ ഫീലിങ്സ് ഹൈഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയും ആയിരിക്കാം. ഇല്ലാച്ചാൽ നിങ്ങളുടെ ഫീലിങ്സ് ഹൈഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ഫീലിങ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവുണ്ടാവില്ല. ആൻഡ് അതിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയും ആവാം. പക്ഷെ ഇവിടെ എന്തോ ഒരു കാര്യം എക്സ്പോസ് ആവാൻ പോകുന്നുണ്ട്. അതാണ് ഇവിടെ ഏറ്റവും വലിയ മെസ്സേജ്. ആ എക്സ്പോഷർ ആവുമ്പോൾ ഇവിടെ ഒരു എൻഡിങ് ആണ്, ഒരു പുതിയ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത്. അഗൈൻ എൻഡിങ് എന്ന് വെച്ചാൽ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യണം എന്നല്ല ഞാൻ പറയണത്. പക്ഷെ മേ ബി നിങ്ങളുടെ സ്റ്റേറ്റസ് ഇപ്പോൾ നിങ്ങളൊരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആണ് വെച്ചാൽ മേ ബി ഈ ചേഞ്ചിന്റെ കാരണം നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകും. അങ്ങനെയും ആവാം. അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഓൾഡ് സ്റ്റേറ്റസ് എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ സ്റ്റേറ്റസിലേക്കാണ് നിങ്ങൾ പോണത്. ഒരു പുതിയ ബിഗിനിങ്, ഒരു റിലേഷൻഷിപ്പ്, അതിലാണ് നിങ്ങൾ പോണത്. ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി ചില കേസസിൽ മേ ബി ഇത് ഒരു അൺആക്സെപ്റ്റബിൾ
കാര്യമായിരിക്കാം. അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിന്റെ ഡിറക്ഷനിലായിരിക്കാം പോവുണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഡിഫറെന്റ് വേയിലായിരിക്കും ബാധിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു പേഴ്സണൽ റീഡിങ് ചെയ്താൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പൊ ഇതിൽ ക്ലാരിറ്റി കിട്ടാൻ എല്ലാവർക്കും അത് റെസൊനേറ്റ് ആവില്ല. ഓക്കെ, അപ്പൊ പേജ് ഓഫ് സോർഡ്സ് ആണ് ഇവിടെ ലാസ്റ്റ് കാർഡ് ലവില്. അപ്പൊ ഇത് അഗൈൻ എനിക്കൊരു പുതിയ ബിഗിനിങ് മാതിരിയാണ് ഒരു ഫീലിംഗ് കിട്ടുന്നത്. കുറച്ചൊരു ഡിഫെൻസീവ് എനർജിയാണ്. നിങ്ങൾ കുറച്ചുകൂടി ഒരു റീസേർച്ച് ചെയ്യണ മാതിരി ഒരു എനർജിയിലാണ്. ഇപ്പൊ നമ്മളൊരു പുതിയ റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ, ഒരു ഡേറ്റിംഗ് ആദ്യം തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഹെസിറ്റന്റ് ആയിട്ടാണ് എല്ലാം റിസർച്ച്. ഒരു പേഴ്സണെ മീറ്റ് ചെയ്യണ മുമ്പേ നമ്മളെല്ലാം റിസർച്ച് ചെയ്യും, അവരെ കുറിച്ച് ഗൂഗിൾ ചെയ്യും, ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്യും, അവരുടെ സോഷ്യൽ മീഡിയയൊക്കെ ചെക്ക് ചെയ്യും. അപ്പൊ ഇത് അങ്ങനത്തെ ഒരു എനർജിയാണ്. നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിൽ പോണ മുമ്പേ എല്ലാം റീസേർച്ച് ചെയ്യണു, ഈ പേഴ്സണെ കുറിച്ചെല്ലാം അറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അറിയാൻ പറ്റുക അതൊക്കെ നോക്കണു. ഇപ്പൊ ഇതൊരു എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിൽ തന്നെയാണ് വെച്ചാൽ മേ ബി നിങ്ങൾ ഈ പേഴ്സണോട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവും. ഒരു ക്യൂരിയോസിറ്റി മാതിരി ഒരു എനർജിയാണ്. നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ഇടയ്ക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറെ കോൺവെർസേഷൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു എനർജി ആവാം. പക്ഷെ മിക്കവാറും എനിക്ക് ഇതൊരു പുതിയ ബിഗിനിങ് ആയിട്ടാണ് തോന്നുന്നത്. എനിക്കൊരു എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് അല്ല എന്ന് എനിക്കൊരു ഫീലിംഗ് വരുന്നുണ്ട്. ഇതൊരു പുതിയ ബ്രാൻഡ് ന്യൂ ബിഗിനിങ്ങിലേക്കാണ് നിങ്ങൾ പോണത്. അപ്പോൾ നിങ്ങളുടെ ഇതാണ് ലവ് റീഡിങ്. ഇപ്പോൾ ഫ്യൂച്ചറിൽ വരാൻ പോണ, ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ വരാൻ പോണ റീഡിംഗ് ആണിത്. നിങ്ങളുടെ കരിയറിൽ 3 of Swords ആണ് ഓവറോൾ എനർജി. അപ്പോൾ കരിയറിലും ഞാൻ കാണുന്നത് ഒരു ഹാർട്ട് ബ്രേക്ക് ആണ്. ഇത് മേ ബി ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും, നിങ്ങൾ ഹീലാണ് ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ മേ ബി നിങ്ങളുടെ ലവ് ലൈഫിന്റെ കാരണം നിങ്ങളുടെ കരിയർ എവിടെയോ എഫക്റ്റ് ആവുന്നുണ്ട്, അതുമായിരിക്കാം. പക്ഷെ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നു, ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ഇവിടെ കാണാണ്ട് കരിയറിൽ. ഇതൊരു ക്രിയേറ്റീവ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. അതല്ല വെച്ചാൽ വേഗം ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് വേണ്ടി വരും, ഒരു ആക്ഷൻ എടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ഓഫർ ആയിരിക്കാം. ഇതൊരു പ്രോജക്റ്റ് ആയിരിക്കാം. എന്തായാലും ഇതിലൊരു കൊലാബറേഷൻ ഞാൻ കാണുന്നു. നിങ്ങൾ വേറെ ആൾക്കാരുടെ കൂടെ കൊലാബറേറ്റ് ചെയ്യണു, അവരുടെ കൂടെ വർക്ക് ചെയ്യണു. ഇത് ഞാൻ പറഞ്ഞ മതി ക്രിയേറ്റീവ് ആയിരിക്കാം, കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിരിക്കാം. ബട്ട് വേറെ ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു 7 of Pentacles ആണ്. അപ്പൊ എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ പിന്നെ ആദ്യം ഒരു പോസ് ആണ് ഞാൻ കാണുന്നത്. എന്തോ കുറെ എക്സൈറ്റ്മെന്റിൽ തുടങ്ങുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ആൻഡ് അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇവിടെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് കാണുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ എക്സൈറ്റഡ് ആയിരുന്നു, ഇത് മുമ്പോട്ട് പോകുന്ന ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. ഇത് മുമ്പോട്ട് പോവില്ല എന്നല്ല ഞാൻ പറയണേ, പക്ഷെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ആ വെയിറ്റിംഗ് പീരീഡ് ആയി കഴിഞ്ഞിട്ടേ ഇത് മുമ്പോട്ട് പോലൂ. അപ്പോ അങ്ങനത്തെ ഒരു എനർജിയാണ് ഞാൻ കാണുന്നത് നിങ്ങളുടെ കരിയറിൽ. അപ്പൊ ഇതാണ് നിങ്ങളുടെ ലവ് ആൻഡ് കരിയർ ക്വിക്ക് റീഡിംഗ്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി ഏറ്റവും കൂടുതൽ ലൈക്സും വ്യൂസ് ഈ വീഡിയോനെ കിട്ടിയാൽ ഞാൻ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ വീഡിയോ ആയിരിക്കും ഫസ്റ്റ് റിലീസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത് ഷെയർ ചെയ്യുക എല്ലാം ഫ്രണ്ട്സിൻ്റെ കൂടെ, വ്യൂ ചെയ്യുക, എൻഡ് വരെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിനെ, ആൻഡ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ കുറെ ലിമിറ്റഡ് സെഷൻസേ ഉള്ളൂ. ഈ വീക്കിന്റെ എൻഡ് വരെ അവൈലബിൾ ഉള്ളൂ പ്രൈവറ്റ് റീഡിംഗ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രൈവറ്റ് റീഡിംഗ് നിർത്തും കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ വേഗം ബുക്ക് ചെയ്യാം. നിങ്ങൾക്ക് എമർജൻസി റീഡിംഗ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം വെച്ചാൽ വേഗം ബുക്ക് ചെയ്യുക. ലിമിറ്റഡ് സെഷൻസേ ഉള്ളൂ. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ലച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിന്റെ ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ എൻ്റെ കൂടെ. ആൻഡ് അവിടെ ഞാൻ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരും. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ പേയ്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ചാറ്റിൽ തന്നെ തരാം. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.